പാർത്തോവൻ പായുസേ ഭാരങ്ങളധികം വേണ്ടിനി ആയിരം പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനും പാദങ്ങൾ വെച്ചിടും നീങ്ങി പോകാത്ത പാറവേ എനിക്കായി പിളർന്ന പാറവേ എനിക്കായി പിളർന്ന പാറവേ വൻതീരകളറുമ്പോൾ തീരം വിട്ടു ഞാൻ പോകുമ്പോൾ എൻ പടകിൽ ഞാനേകനാ ആശയത്തെന്നു തോന്നുമ്പോൾ ശാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ ലോകദുഃഖങ്ങളേറുമ്പോൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും പ്രസ്താവിക്കുക എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ കൽപ്പന അനുസരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്വമാണ്. ആരാണ് കൽപ്പിച്ചിരിക്കുന്നത് അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ആൾ പുറപ്പെടുവിക്കുന്ന കൽപ്പനകൾക്ക്. കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അനുസരിക്കുന്നതിൽ വീഴ്ച
വരുത്തുന്നതിനാലോ ശിക്ഷാ നടപടികൾ നേരിടേണ്ടതായും വരും. കാരണം കൽപ്പിച്ചവൻ അധികാരമുള്ളവനാണ്. കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് സർവാധികാരിയായിട്ടാണ്. ജീവന്റെ മേൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ ഒരേ ഒരുവൻ മാത്രം. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞവളായിരുന്നു യേശുവിൻ്റെ അമ്മ മറിയ. മറിയ ശുശ്രൂഷക്കാരോട് അതുകൊണ്ട് തന്നെ ഉപദേശിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. കർത്താവ് തൻ്റെ അന്ത്യകൽപ്പന ശുശ്രൂഷകന്മാർക്ക് കൈമാറുമ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നത് പ്രിയർ ഇന്നും നിലനിൽക്കുന്ന ഒരു ഉപദേശമാണ്. ഇവിടെ ഭൂതോപദ്രവത്തിൽ നിന്ന് യേശുവിനാൽ അത്ഭുതകരമായ വിടുതൽ ലഭിച്ചവനായ ഗദരദേശക്കാരനായ മനുഷ്യനോട് കർത്താവ് കൽപ്പിച്ചിരുന്നത് അവൻ ശിരസ വഹിക്കുവാൻ തയ്യാറായി. ഗദരദേശക്കാർ കർത്താവിനെ അവരുടെ ദേശത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ അവനാൽ ഉപകാരം ഉണ്ടായവൻ കർത്താവിനോട് ഞാനും അങ്ങയുടെ കൂടെ പോരട്ടെ എന്ന് അനുവാദം ചോദിച്ചിരുന്നു. യേശു അവനോട് ചെയ്ത ഉപകാരത്തിന് അവൻ നന്ദിയുള്ളവനായിരുന്നു എന്ന് തിരുവചനം ഈ ഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൻ്റെ പ്രതികരണമായിരുന്നു അവൻ യേശുവിൻ്റെ കൂടെ പോകുവാൻ ചോദിച്ച ആ അനുവാദം. അവൻ കർത്താവിനാൽ സൗഖ്യം പ്രാപിച്ച സമയം മുതൽ ദേശനിവാസികൾ യേശുവിനെ ആട്ടിപ്പുറത്താക്കുന്ന ആ സമയം വരെ അവൻ നന്ദിയുള്ളവനായി യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയും യേശുവിൽ നിന്ന് കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാൽക്കൽ ഇരിക്കുവാനുള്ള ആ ലഭ്യമായ അവസരം അവൻ പാഴാക്കി കളഞ്ഞില്ല. അവനോട് കാൽക്കലിരിക്കുവാൻ ആരും ആവശ്യപ്പെട്ടിരുന്നതുമല്ല. സൗഖ്യം പ്രാപിച്ചവന് മനസ്സിലായി ഞാൻ അവൻ്റെ കാൽക്കൽ ഇരിക്കേണ്ടവനാകുന്നു എന്നത്. കാൽക്കൽ ഇരിക്കുക എന്നത് വിധേയത്വം പുലർത്തുന്നതും അനുസരണ മനോഭാവത്തെയും വെളിപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. കാൽക്കൽ ഇരിക്കുക എന്നത് ഏവർക്കും കഴിയുന്ന കാര്യവുമല്ല. നന്ദിയുള്ളവർക്ക് കാൽക്കൽ ഇരിക്കുവാനാകുകയുള്ളൂ. കാൽക്കൽ ഇരിക്കുവാനുള്ള അവസരം ഉപയോഗിക്കുന്നവർക്ക് കൂടെ പോകുവാൻ ആഗ്രഹമുണ്ടാകുകയുള്ളൂ. കാൽക്കൽ ഇരിക്കുന്നത്ര സമയവും അവങ്കൽ നിന്ന് കേട്ടു പഠിക്കുവാനുള്ള സമയമാണ്. മറിയ കാൽക്കൽ ഇരുന്നവളായിരുന്നു. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെടുമ്പോൾ മറിയ കാൽക്കൽ ഇരിക്കുന്ന സ്വഭാവമുള്ളവളായിരുന്നുവെന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു മനസ്സിലാക്കുന്നു. കാൽക്കൽ ഇരുന്നവളെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ്. ശിമോന്റെ ഭവനത്തിലെ വിരുന്നിന് കർത്താവ് ക്ഷണിക്കപ്പെട്ടപ്പോൾ അവന്റെ കാൽക്കൽ പാപിനിയായ ഒരു സ്ത്രീ വന്നിരുന്ന് അവന്റെ കാലിൽ തൻ്റെ കണ്ണുനീർ വീഴ്ത്തി തലമുടി കൊണ്ട് തുടച്ച് തൈലം പൂശി ആ കാലിൽ ചുംബിച്ച് തൻ്റെ നന്ദി പ്രകടിപ്പിച്ചു. കാൽക്കൽ ഇരിക്കുവാനുള്ള അവസരം പാഴാക്കാതെ ഉപയോഗിക്കുന്നവർക്ക് അവർ തുടർന്ന് ചെയ്യേണ്ട പ്രവൃത്തിക്കായുള്ള കൽപ്പനകൾ ലഭ്യമാകുകയും ചെയ്യും. കാൽക്കൽ ഇരിക്കുന്നവൻ യേശുവിനോട് കൂടെ പോകുവാൻ ആഗ്രഹമുള്ളവനാണ്. കാൽക്കൽ ഇരിക്കുന്നവർ യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ യേശുവിനെ വെളിപ്പെടുത്തേണ്ടവരും യേശുവിൻ്റെ ശബ്ദമാകേണ്ടവരുമാണ്. കാൽക്കൽ ഇരിക്കുന്നവർ യേശുവിനെ പുറത്താക്കുന്നതിൽ മനം നൊന്ത് കരയുന്നവരുമാണ്. പ്രിയരെ, യേശു അവൻ്റെ കൂടെ വരുവാനുള്ള ആഗ്രഹത്തെ തൽക്കാലം അനുവദിക്കാതെ അവന് ഒരു കൽപ്പന കൊടുക്കുന്നു. നീ നിന്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്നുള്ള ഒരു കൽപ്പനയായിരുന്നു കൂടെ വരുവാൻ അനുവാദം ചോദിച്ചവന് കർത്താവ് കൊടുത്ത കൽപ്പന. നീ ഇപ്പോൾ ഇങ്ങനെ എന്നെ അനുസരിച്ച് അനുഗമിക്കുക. ആ കൽപ്പന കേട്ട മാത്രമേ അവൻ കർത്താവിനെ അനുസരിക്കുവാൻ താല്പര്യമുള്ളവനായി തീർന്നു. അവൻ പോയി തനിക്കുള്ളവരോടും തൻ്റെ വീട്ടിലും തൻ്റെ നാട്ടിലും യേശു തനിക്ക് ചെയ്തതും യേശു ആരാണെന്നും പ്രസ്താവിക്കുകയും യേശുവിനെ പുറത്താക്കിയ നാട്ടിലൊക്കെയും
യേശുവിൻ്റെ അസാന്നിധ്യത്തിൽ വെളിപ്പെടുത്തുകയും യേശുവിൻ്റെ ശബ്ദമാകുകയും ചെയ്യും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും ദെക്കപ്പോലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്യും. അവൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ വീട്ടിൽ മാത്രമല്ല ആ ദേശമെല്ലായിടവും സുവിശേഷം ഘോഷിച്ചു. കൂടപ്പിറപ്പുകളെ, നമുക്കുള്ള കൽപ്പന കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക എന്നുള്ളതാണ്. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ അത് വ്യക്തമായി നമുക്കൊരു കൽപ്പനയായിട്ട് തന്നെ നൽകി തന്നിരിക്കുന്നു. അതിനായി അവൻ നമ്മെ തിരഞ്ഞെടുത്തത് നമുക്ക് അധികാരം നൽകി തന്നിരിക്കുകയാണ്. യേശുവിനെ തള്ളിക്കളയുന്നവരുടെ ഇടയിൽ, യേശുവിന് സ്ഥാനമില്ലാത്ത ഇടത്ത് വിടുതൽ ലഭിച്ച ആ ഗദരദേശക്കാരനെ പോലെ യേശുവിനെ വെളിപ്പെടുത്തുവാൻ സാക്ഷിയാകേണ്ടവരാണ് നാം ഓരോരുത്തരും എന്നുള്ള തിരിച്ചറിവ് പ്രാപിക്കുവാൻ താല്പര്യപ്പെടുക. നിങ്ങൾ യേശുവിനാൽ വിടുവിക്കപ്പെട്ടവരാണോ? എങ്കിൽ നിങ്ങൾക്ക് ഒരു കൽപ്പനയുണ്ട് പ്രിയരെ. യേശുവിന് വേണ്ടി യേശു നിങ്ങൾക്ക് ചെയ്തതൊക്കെയും പ്രസ്താവിച്ച് യേശുവിന് സാക്ഷിയാകുവാൻ കർത്താവ് നിങ്ങളെ വിളിച്ച് ആക്കി വച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്താൽ അവൻ്റെ കൽപ്പന തുടർന്നും അനുസരിക്കുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ നൽകി തന്ന ഈ നല്ല അവസരത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് വലിയ കൃപ പകരണമേ. കർത്താവ് അവർക്ക് ചെയ്തതിനെക്കുറിച്ചൊക്കെയും ബോധ്യമുള്ളവരായി അവരുടെ വീട്ടിലും അവരുടെ നാട്ടിലും പ്രസ്താവിക്കുവാൻ, കർത്താവിൻ്റെ ശബ്ദമാകുവാൻ എല്ലാവരെയും സഹായിക്കണമേ. അതിനുള്ള കൃപ പകർന്നാണ് ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും വീണ്ടും അനുഭവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.
ദേവി